നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണമെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമാധാനം മാത്രമാണ്. പക്ഷേ ഇത് നമ്മൾക്ക് കിട്ടാനാവാത്ത ഒരു സ്വപ്നം പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ഇന്ന് ജീവിതത്തിൽ എങ്ങനെ സമാധാനം കണ്ടെത്താം എന്നതിനെക്കുറിച്ച് കുറച്ച് ലളിതമായ പക്ഷേ ശക്തമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. ഒന്നാമതായി, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പഠിക്കുക. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. ചിലർ നമ്മോട് സംസാരിക്കാതെ ഇരിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കാം. എല്ലാറ്റിനുമേൽ നമുക്ക് നിയന്ത്രണമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിലെ ഭാരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നത്. എല്ലാം പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ കുറച്ചു കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ സമാധാനം നമ്മളിലേക്ക് അടുക്കും. രണ്ടാമതായി, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. എത്ര ബിസിയായ ജീവിതമാണെങ്കിലും ദിവസത്തിൽ 5 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കുക. ആ 5 മിനിറ്റിൽ ദീർഘമായി ഒരു ശ്വാസം വലിച്ചെടുത്തു വിട്ടാൽ നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ പോലും അകന്നു പോകും. മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായി, നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്കായി ചെയ്യുന്ന കാര്യമല്ല, അത് നമുക്കായാണ്. ചിലരോട് നമ്മൾ ക്ഷമിക്കാത്തത് അവരുടെ പേരിൽ നമ്മൾ ഉള്ളിൽ കയറ്റിയിരിക്കുന്ന കോപത്തിൻ്റെ ഭാരം കാരണമാണ്. ആ ഭാരങ്ങൾ വിട്ടുകളഞ്ഞാൽ നമ്മളുടെ മനസ്സ് എത്ര ലഘുവാകുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. നാലാമതായി, നിങ്ങൾക്ക് ഉള്ളതിൽ നന്ദി പറയുക. നമ്മൾ ഇല്ലാത്തതിനെ നോക്കിയാണ് കൂടുതൽ സമയവും വിഷമിക്കുന്നത്. പക്ഷേ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി ഇരട്ടിയാകും. ആരോഗ്യം, കുടുംബം, ഒരു സ്നേഹമുള്ള കുഞ്ഞിൻ്റെ ചിരി, ഇതെല്ലാം തന്നെയാണ് യഥാർത്ഥ സമാധാനം. സമാധാനം പുറത്തു നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ കരുതും. പക്ഷേ അതെല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. കുറച്ചു വിട്ടുവീഴ്ച, കുറച്ചു ക്ഷമ, കുറച്ചു നന്ദി, ഇത്രമാത്രം മതി ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ. ഇതുപോലെ കൂടുതൽ ലളിതമായ ലൈഫ് ലെസൺ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ കണ്ടതിന് നന്ദി.